വീണ്ടും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ നമ്മൾ ഏതക്ഷരങ്ങളാണ് പഠിച്ചത്? റ, ത, ന, പ അല്ലേ? പിന്നെ വാക്കുകളോ പത, പറ, പന, തറ അല്ലേ? അപ്പം നമുക്കിന്ന് പുതിയൊരു അക്ഷരം പഠിക്കണ്ടേ? പുതിയൊരു ഫ്രണ്ടിനെ കണ്ടെത്തണം അല്ലേ? നമ്മൾ കഥകൾ പറഞ്ഞു, ആക്ടിവിറ്റീസൊക്കെ ചെയ്താണ് പുതിയ പുതിയ അക്ഷരങ്ങൾ കണ്ടെത്തിയത്. ഇന്ന് നമ്മളൊരു സൂപ്പർ ഗെയിം കളിച്ചിട്ടാണ് പുതിയ ഫ്രണ്ടിനെ കണ്ടെത്താൻ പോകുന്നത്. അപ്പം നിങ്ങൾക്ക് സ്പൈഡർമാനെ അറിയാമോ? എൻ്റെ കയ്യിൽ ഒരു സ്പൈഡർമാനുണ്ട്. സ്പൈഡർമാനെ കണ്ടോ? ഈ സ്പൈഡർമാനെ വെച്ചിട്ടാണ് നമ്മളിന്ന് ന്യൂ ഗെയിം കളിക്കുന്നതും അതിലൂടെ ന്യൂ ഫ്രണ്ടിനെ നമ്മൾ കണ്ടെത്തുന്നതും. അപ്പോൾ എന്താ ഗെയിം എന്ന് നമുക്ക് നോക്കാം. ലെറ്റ്സ് വാച്ച് ദാറ്റ് ഗെയിം. എല്ലാവർക്കും സ്പൈഡർമാനൊക്കെ ഉണ്ടോ വീട്ടിൽ? സ്പൈഡർമാൻ്റെ ടോയ് കാണൂല്ലേ? ട്രഷർ ഹണ്ട് ഗെയിം കളിച്ചിട്ടുണ്ടോ? അപ്പം നമുക്ക് ട്രഷർ ഹണ്ട് ഗെയിം കളിച്ച് പുതിയ അക്ഷരത്തെ, പുതിയ ഫ്രണ്ടിനെ കണ്ടെത്താം. ലെറ്റ്സ് സ്റ്റാർട്ട് ഗെയിം. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് വെക്കാം. ഇവിടെയാണ് നമ്മുടെ ട്രഷർ ഹണ്ടിൻ്റെ വഴി തുടങ്ങുന്നത്. അപ്പോൾ നിങ്ങൾ നോക്കിക്കേ, ഓരോ വേ ഇട്ടിട്ടുണ്ട് അല്ലേ? പോകാനുള്ള വഴി ഇട്ടിട്ടുണ്ട്. ആ വഴി നോക്കി നോക്കി നമുക്ക് പോയിട്ട് ട്രഷർ ഹണ്ട് ചെയ്യാം. എന്താണ് ഇന്ന് ഹണ്ട് ചെയ്യുന്നതെന്ന് ഞാൻ പറയത്തില്ല, അത് സസ്പെൻസ് ആയിരിക്കും. ലാസ്റ്റ് വരെ നിങ്ങൾ കാണണം, എന്നാൽ മാത്രമേ എന്താണ് നമ്മൾ ഹണ്ട് ചെയ്തതെന്ന് കണ്ടുപിടിക്കാൻ പറ്റത്തുള്ളൂ. ഓക്കെ, അപ്പോൾ ഇതാ പോവാണ്. ഈ വഴിയിലൂടെ നമ്മുടെ സ്പൈഡർമാൻ പോവാണ്. ഈ വഴി നോക്കിയാണ് പോകുന്നത്. നോക്കിയപ്പോൾ അടുത്ത സ്ഥലത്തും ഒരു വഴിയുണ്ട്. ആ വഴി കടന്ന് സ്പൈഡർമാൻ പോവുക. ഇവിടെ ഒരു വഴിയുണ്ട്. ഇനി അവിടെ ഒരു ആരോ മാർക്ക് ഉണ്ട് അല്ലേ? ഇവിടെ ഒരു വഴിയുണ്ട്. അപ്പൊ ഈ വഴിയിൽ നിങ്ങൾ റോഡിലൂടെ ഒക്കെ പോകുമ്പോൾ വളഞ്ഞ് വഴി കാണാറില്ലേ? അപ്പൊ അവിടെ ഒരു ആരോ മാർക്ക് വെക്കത്തില്ലേ, ഇങ്ങോട്ട് പോണം എന്നൊക്കെ? അപ്പൊ നമ്മൾ ആ ആരോ മാർക്ക് നോക്കിയല്ലേ പോവാറ്. അപ്പൊ അതുപോലെ ഇവിടെ ഒരു വളഞ്ഞ വഴി ആയതുകൊണ്ട് അവിടെ ഒരു ആരോ മാർക്ക് ഇട്ടിട്ടുണ്ട്. അപ്പൊ ആ വഴി നമുക്ക് വന്ന് നോക്കാം. ആ വഴി ദാ നമ്മളിവിടെ എത്താറായി. ഇവിടെ എത്തി. ദാ ഇവിടെ എന്തോ ഉണ്ട്. ഇവിടെ ട്രഷർ ഉണ്ടോന്നൊരു സംശയം. നമുക്കിവിടെ നോക്കി നോക്കാം ട്രഷർ ഉണ്ടോന്ന്. അപ്പോ നോക്കാമേ. നോ, ട്രഷർ ഇല്ല. അവിടെ ഒരു റോങ് ആ കാണിച്ചിരിക്കുന്നത് അല്ലേ? റോങ് എന്ന് പറഞ്ഞാല് അവിടെ നമുക്ക് ട്രഷർ ഇല്ല. വേറെ വഴിയിലൂടെ പോയാൽ മാത്രമേ നമുക്ക് ട്രഷർ കിട്ടുള്ളൂ. അത് നമുക്ക് എവിടെ നോക്കാം. അപ്പോ എവിടെ കൂടെ എങ്ങോട്ട് പോകണമെന്ന് അറിയത്തില്ല, അത് നിൽക്കുക. അപ്പോ നമ്മുടെ സ്പൈഡർമാൻ ഇങ്ങോട്ട് തിരിഞ്ഞു. നോക്കിയപ്പോ ഇവിടെ ഒരു വേ ഉണ്ട്. ആ വഴിയിലൂടെ ഒന്ന് പോയി നോക്കാം നമുക്ക്. അപ്പൊ ഇവിടെയും ഒരു വളഞ്ഞ വഴിയുണ്ട്. അവിടെയും ഒരു ആരോ മാർക്ക് കാണിച്ചിട്ടുണ്ട്. ആ ആരോ മാർക്കിന്റെ വഴിയിൽ കൂടെ തന്നെ വരണം. അപ്പൊ നമുക്ക് ഒന്ന് നോക്കാം. വന്ന് ഇവിടെ എത്തി. അപ്പൊ നമ്മുടെ സ്പൈഡർമാൻ ട്രഷർ ഹണ്ട് ചെയ്ത് വഴിയുടെ അവസാനം എത്തി. ഇനി വഴിയില്ല. അപ്പൊ ഇവിടെ തന്നെ ആയിരിക്കും ട്രഷർ ഉള്ളത്. അപ്പൊ നമുക്ക് ട്രഷർ ഓപ്പൺ ചെയ്ത് നോക്കാം. ലെറ്റ്സ് ഓപ്പൺ ദി ട്രഷർ. എല്ലാരും നോക്കിക്കോ, എന്താന്ന് കാണാം. സ്പൈഡർമാന് കിട്ടിയ ട്രഷറാണ് ഗോൾഡ് കോയിൻസ്. കണ്ടോ എല്ലാരും? ദേ സ്പൈഡർമാൻ ട്രഷർ ഹണ്ട് ചെയ്ത് ഗോൾഡ് കോയിൻ സ്വന്തമാക്കി. എല്ലാരും ഒരു ക്ലാപ്പ് കൊടുത്തേ. കാണുന്നുണ്ടോ എല്ലാരും? ശരിക്ക് എല്ലാവർക്കും കിട്ടിയോ ഈ ഗോൾഡ് കോയിൻ? നമ്മളെല്ലാരും കളിച്ചപ്പോൾ നമുക്ക് ഈ ഗോൾഡ് കോയിൻ കിട്ടിയില്ലേ? അപ്പൊ നമുക്കൊരു ക്ലാപ്പ് കൊടുക്കാം. ഓക്കെ, എല്ലാരും ഒരു ക്ലാപ്പ് കൊടുത്തേ. സ്പൈഡർമാൻ ഈ ഗെയിം വിൻ ചെയ്തതിന്. എല്ലാവർക്കും ഇഷ്ടമായോ ഈ ഗെയിം? ഇഷ്ടപ്പെട്ടോ? അപ്പൊ ഞാൻ പറഞ്ഞായിരുന്നോ, ഇന്ന് നമുക്ക് സർപ്രൈസ് ആയിട്ട് ഒരു ഗിഫ്റ്റും കിട്ടും. സർപ്രൈസ് ആയിട്ട് നമുക്ക് ഇന്നൊരു ഫ്രണ്ടിനെ, ഒരു അക്ഷരത്തെ കിട്ടുമെന്ന് പറഞ്ഞില്ലേ? അപ്പൊ നമ്മൾ ഇന്ന് കണ്ടുപിടിച്ച മലയാള അക്ഷരമാണ് ദ.
ഈ അക്ഷരത്തിൻ്റെ പേരാണ് ദ. നമ്മൾ ഇന്ന് ട്രഷർ ഹണ്ട് ചെയ്ത് കണ്ടുപിടിച്ച മലയാള അക്ഷരമാണ് ദ. ഇതെങ്ങനെയാ എഴുതുന്നതെന്നൊന്ന് നോക്കാം. ദ റ സ്റ്റാർട്ട് ചെയ്യുന്നത് പോലെ, റ തുടങ്ങുന്നത് പോലെ വന്ന് അകത്തേക്കൊന്ന് കയറ്റുക. എന്നിട്ട് അതേ വഴിയിലൂടെ തന്നെ വീണ്ടും ഒന്നും കൂടെ. 3 എഴുതത്തില്ലേ? 3 എഴുതൂലേ? 3 എഴുതാൻ അറിയില്ലേ? അതുപോലെ സെയിം ആണ്. ഒന്നും കൂടെ റ സ്റ്റാർട്ട് ചെയ്യുന്നത് പോലെ വന്ന് അകത്തേക്ക് കയറ്റി അതേ വഴിയിലൂടെ വീണ്ടും ഇങ്ങനെ തന്നെ സെയിം. ഇവിടുത്തെ പോലെ തന്നെ സെയിം ഇവിടെയും 3 എഴുതുന്ന പോലെ സെയിം. അപ്പം എല്ലാവരും പഠിച്ചോ? എല്ലാവർക്കും ഇഷ്ടമായോ ഇന്നത്തെ ഗെയിം? അപ്പം നമ്മൾ ഗെയിമൊക്കെ കളിച്ച് തകർത്തു അല്ലേ? എന്നിട്ട് പുതിയൊരു ഫ്രണ്ടിനെ, പുതിയൊരു അക്ഷരത്തെ കണ്ടുപിടിച്ചു. ആ അക്ഷരത്തിൻ്റെ പേരെന്താ? ദ. ദ എന്ന അക്ഷരം നമ്മൾ എങ്ങനെയാണ് കണ്ടുപിടിച്ചത്? ഗെയിം കളിച്ച് ട്രഷർ ഹണ്ടിലൂടെ. ഓക്കെ, അപ്പം നമുക്ക് ഈ അക്ഷരം ഒന്ന് എഴുതി നോക്കാം. ഓക്കെ, എല്ലാവരും എൻ്റെ കൂടെ എഴുതിക്കോട്ടോ. എങ്ങനെയാ സ്റ്റാർട്ട് ചെയ്യുക നോക്കോ. റ പോലെ വന്ന് അകത്തേക്ക് കയറ്റി പിന്നെ അതേ വഴിയിലൂടെ ഇങ്ങനെയല്ലേ ഇതാ പഠിച്ചത്? ഒന്നും കൂടെ എഴുതാം. പഠിച്ചോ? ഒന്നും കൂടെ എഴുതാം. റ പോലെ വന്ന് അകത്തേക്ക് അതേ വഴിയിലൂടെ വീണ്ടും ഇങ്ങനെ. ദ എന്ന അക്ഷരം കിട്ടിയില്ലേ? ഇനി ഒന്നും കൂടെ എഴുതാം. കിട്ടിയില്ലേ? റ എന്ന അക്ഷരം എഴുതി അകത്തേക്ക് ഇങ്ങനെ കൊണ്ടുവന്ന് ഇത് പുറകോട്ട് ഇറക്കി ഇങ്ങനെ. ഒന്നും കൂടെ എഴുതാം. അകത്തേക്ക് റ എന്ന് എഴുതി അകത്തേക്ക് അതേ വഴിയിലൂടെ പുറകോട്ട് പോയി ഇങ്ങനെ. ഇപ്പം ദ എന്ന അക്ഷരം പഠിച്ചോ? എഴുതാൻ പഠിച്ചില്ലേ? ഈസി അല്ലേ? അപ്പോൾ എല്ലാവരും ഡബിൾ ലൈൻ ബുക്കിൽ എഴുതി പഠിക്കണം. പിന്നെ നിങ്ങൾക്ക് പറ്റുവാണെങ്കിൽ ട്രഷർ ഹണ്ടും ചെയ്യുമല്ലോ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി ഇന്നത്തെ ക്ലാസ്? അപ്പോൾ എല്ലാവരും എല്ലാ ദിവസവും നമ്മൾ ചെയ്ത വർക്കുകളൊക്കെ വീണ്ടും റിവൈസ് ചെയ്ത് നോക്കണം. ഓക്കെ, അപ്പം നാളെ പുതിയൊരു അക്ഷരവുമായിട്ട് പുതിയൊരു ഗെയിമോ ആക്ടിവിറ്റിയോ സ്റ്റോറിയൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ എപ്പോഴും പറയുന്നത് പോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണണം. കാരണം നമ്മളുടെ എല്ലാ ക്ലാസ്സും കണ്ടിന്യൂസ് ആയിട്ടാണ് പോകുന്നത്. അപ്പോൾ ക്ലാസ്സുകൾ മുടങ്ങാതെ കാണുക. ഓക്കെ, ബൈ.